നമ്മൾ അല്പസമയം കൂടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നമുക്ക് കേൾപ്പാനായിട്ടിടയായി. അല്പസമയം കൂടെ നമുക്ക് ദൈവവചനത്തിൻ്റെ മുൻപിലായിരിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം, ഗോസ്പൽ അക്കോർഡിംഗ് ടു ജോൺ, ചാപ്റ്റർ 4 വേഴ്സ് 23, 4-ാം അധ്യായം, അതിൻ്റെ 23-ാം വാക്യം നമുക്ക് വായിക്കാം. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. The kind of worshippers Father seeks. പിതാവ് അന്വേഷിക്കുന്ന സത്യ ആരാധനക്കാർ. ഇത് നമ്മൾ ചില ആഴ്ചകളായി ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ വന്നു നിൽക്കുമ്പോൾ ഒരു വലിയ ചോദ്യം ഇതാണ്: Who must worship? The true worshippers. The next question: Who are the true worshippers? ആരാണ് യഥാർത്ഥത്തിൽ സത്യ ആരാധനക്കാർ? സത്യ ആരാധനക്കാരുടെ ബേസ്മെന്റ് സത്യം അറിഞ്ഞവരാ. ഒരു സത്യം അവരറിഞ്ഞപ്പോൾ അവർക്ക് ലഭിച്ച ഫ്രീഡമാണ് അവരെ സത്യ ആരാധനക്കാരാക്കിയത്. ട്രൂ വർഷിപ്പേഴ്സിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, അവരാരാധിക്കുമ്പോൾ അവരുടെ അധരങ്ങൾ മാത്രം ചലിക്കുകയല്ല, അവർ ആരാധിക്കുമ്പോൾ അവരുടെ ഹൃദയം മൂവ് ചെയ്യും. ഇഫ് വെൻ യു വർഷിപ്പ് യുവർ ഹാർട്ട് ഈസ് നോട്ട് മൂവിങ്, it means you are not a true worshipper. Your worship is vain. You are vain worshippers. Evaluate myself. ഞാൻ ആരെയും ജഡ്ജ് ചെയ്യുന്നതിനേക്കാൾ മറ്റേ ആൾ ആരാധിച്ചോ ആ ആൾ ആരാധിച്ചോ അതല്ല ഇവിടുത്തെ വിഷയം. Are you a true worshipper? ഞാൻ ആരാധിക്കുമ്പോൾ വെറും അധരം കൊണ്ടുള്ള ആരാധന മാത്രമാണോ, അതോ എൻ്റെ ഹൃദയം ചലിക്കുന്നുണ്ടോ? ഹൃദയം ചലിച്ചാൽ അതറിയുന്നത് കണ്ണുകളിലാണ്. ഹൃദയം ചലിച്ചാൽ കണ്ണ് നിറയാൻ തുടങ്ങും. ഹൃദയം ചലിക്കുന്നതിൻ്റെ ഒരു സൈൻ അതാ. God is not looking any external activities. God is looking internally. God is looking our heart. യേശു പറഞ്ഞു, 2 ആരാധനക്കാരുണ്ട്. ഒരു കൂട്ടർ, they are coming close to me and they are honoring me with their lips, but their heart is far away from me. അവർ വരുന്നുണ്ടോ? They are coming to the church. They are sitting from the beginning to end. They are inside the church, but their mind, their heart is distracted with many other things. They are not able to concentrate the holy throne of grace. Distract ചെയ്യുന്ന ഒരു മനസ്സ്, കലങ്ങി മറിഞ്ഞൊരനുഭവം. പാട്ടുകൾ പലതും പാടി. ഇന്ന് ആദ്യം പാടിയ പാട്ട് ഏതാന്ന് ഇപ്പൊ ചോദിച്ചാൽ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഓർമ്മയില്ല. നമ്മൾ അതിലൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. God is seeking true worshippers. നിങ്ങൾ 9 മണിക്ക് വന്നോ, 10 മണിക്ക് വന്നോ, 11 മണിക്ക് വന്നോ, doesn't matter. 10 മിനിറ്റ് ഇരുന്നോളെങ്കിലും, are you able to concentrate full hearted? പൂർണ്ണ ഹൃദയത്തോടെ ആ കർത്താവിങ്കിലേക്ക് എല്ലാ മറ്റ് ചിന്തകളും മാറി ഒന്ന് ഏകാഗ്രമാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ നിങ്ങൾ സത്യാരാധനയിലേക്കാണ്. You are the true worshippers. So, if you want to be the true worshipper, the first thing, the true worshipper must be free from the bondage of slavery.
സത്യാരാധന എൻ്റെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ അഴിയേണ്ടത് എൻ്റെ അടിമത്തമാണ്. അടിമത്തത്തിൽ കിടക്കുന്ന ആർക്കും സത്യത്തിൽ ആരാധിക്കാൻ പറ്റത്തില്ല. നമ്മൾ പാടാറുള്ളത് ആരാധിക്കുമ്പോൾ എന്തഴിയുമെന്നാ? ഇല്ല, ബന്ധനം അഴിഞ്ഞെങ്കിലേ ആരാധിക്കാൻ പറ്റൂ. അപ്പോസ്തലന്മാർ കാരാഗൃഹത്തിൽ വെച്ച് ആരാധിച്ചപ്പോൾ അവരുടെ ചങ്ങല അഴിഞ്ഞതാ നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. റൈറ്റ്. ആ ചങ്ങലയല്ല ഞാൻ പറയുന്നേ. എന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ചില ചങ്ങലകൾ, യോക്സ്, നുഖങ്ങൾ എന്റെ മേൽ പിശാച് കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ ആ അടിമത്തത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരാത്തിടത്തോളം ആത്മാവിൽ ആരാധിക്കാൻ പറ്റത്തില്ല. God created angels to worship. They became rebels. അവർ മത്സരികളായി മാറി. God changed his plan. God gave that opportunity to man. God created man to worship. But they became disobedient. അവർ അനുസരണം കെട്ടവരായി മാറി. Then God changed his plan. He called a man. His name was Abraham. അബ്രഹാം എന്നൊരു മനുഷ്യനെ ഏകനായി വിളിച്ചു. His plan was not only Abraham, through him a nation. ഒരു നേഷൻ ആയിരുന്നു പ്ലാൻ. From that nation God promised a land. That was the precious center point of the land. ഈ ലോകത്തിന്റെ ഏറ്റവും കേന്ദ്ര സ്ഥാനം അവർക്ക് ദൈവം വാഗ്ദത്തമായി നൽകി. For what? To build a temple, to worship God. ദൈവത്തെ ആരാധിപ്പാൻ ഒരു കൂട്ടം ജനതയെ തെരഞ്ഞെടുപ്പാൻ ഒരു മനുഷ്യനെ ദൈവം തെരഞ്ഞെടുത്തു. The worshippers became wanderers. ആദ്യത്തെ ദൂതന്മാർ മത്സരികളായി മാറുന്നു. മനുഷ്യൻ അനുസരണം കെട്ടവനായി മാറുന്നു. ആരാധിക്കാൻ വിളിച്ചിറക്കിയ ജനം മരുഭൂമിയിൽ ഉഴലുന്നവരായി മാറി. What about our life? We are called. നമ്മളെ ദൈവം വിളിച്ചത് വേറൊന്നിനുമല്ല, to worship God in truth and spirit. ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ വിളിച്ചു. ആ വിളിക്കപ്പെട്ട നമ്മൾ ദൂതന്മാരെ പോലെ മത്സരികളാകുന്നു. ആദം ഹവ്വയെ പോലെ അനുസരണക്കേടിൽ പോകുന്നു. ഇസ്രായേൽ മക്കളെ പോലെ മരുഭൂമിയിൽ ഉഴലുന്നവരായി മാറുന്നു. ദൈവത്തിന് വാണ്ടറേഴ്സ് അല്ല വേണ്ടത്. ദൈവത്തിന് ഡിസൊബീഡിയൻസ് അല്ല വേണ്ടത്. ദൈവത്തിന് റിബൽസ് അല്ല വേണ്ടത്. ദൈവം നോക്കുന്നത് വർഷിപ്പേഴ്സ്, ആരാധിക്കുന്നവരെയാ ദൈവം നോക്കുന്നത്. പ്രൈസ് ഗോഡ്. യേശുക്രിസ്തു ഇവിടെ വരുമ്പോൾ, ഭൂമിയിൽ വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, താൻ വളർന്ന നസ്രയത്തിലെ പള്ളിയിൽ യേശു ചെല്ലുകയാണ്. പള്ളിയിൽ ചെല്ലുമ്പോൾ കയ്യിൽ ബൈബിളൊന്നുമില്ലായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് പ്രസംഗപീഠത്തിൽ എഴുന്നേറ്റ് നിന്നപ്പോൾ ശുശ്രൂഷക്കാരൻ കൊടുത്ത ഒരു പുസ്തകമുണ്ട്. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ ഒരു കോപ്പിയാണ്. എനിക്ക് തോന്നുന്നു അന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച പുസ്തകം അതായിരിക്കും. അതുകൊണ്ടല്ലേ ഷണ്ണൻ പള്ളി ചെന്നപ്പോഴും പുള്ളിക്ക് കിട്ടിയത് ഏതായിരുന്നു? യെശയ്യാ പ്രവാചകനാ. അതും വാങ്ങിച്ചോണ്ടാ പുള്ളി തിരിച്ചു വന്നേ. യേശുവിനും കിട്ടിയത് അതാ. യേശു പതിവ് പോലെ പള്ളിയിൽ ചെന്ന് പുസ്തകം വിടർത്തിയതും മുമ്പിൽ വന്നത് 61-ാമത്തെ അധ്യായമാണ്. അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആ വാക്യം ഇങ്ങനെയാ: കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതരെ വിടുവിച്ചയപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുക. Jesus came with a mission. The mission was to set free the captives. യേശുവിനറിയാം, അടിമത്തത്തിൽ, അഡിക്ഷനിൽ കിടക്കുന്ന ജനങ്ങൾ പുറത്തു വന്നെങ്കിലേ ഒരു സഭ പണിയാൻ പറ്റും. പക്ഷെ സഭയ്ക്കകത്ത് വന്നവർ വീണ്ടും ബന്ധിക്കപ്പെട്ടാലോ, വീണ്ടും അഡിക്ഷനിലേക്ക് പോയാലോ? ഈ ക്യാപ്റ്റിവിറ്റി എന്ന് പറയുന്നത്, ഈ സ്ലേവറി എന്ന് പറയുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അഡിക്ഷൻ എന്ന. വാട്ട് ഈസ് ദ റിയൽ ഡെഫിനിഷൻ ഓഫ് അഡിക്ഷൻ?
എല്ലാ മനുഷ്യരും ഏതെങ്കിലും ഒന്നിന് അഡിക്ഷനാണ്. ദേ ആർ അഡിക്റ്റഡ്. വൈകിട്ട് ഒരു കോഫി കിട്ടിയില്ലേ ശരീരം വിറയ്ക്കുമെന്ന് പറയുന്നെങ്കിൽ യു ആർ അഡിക്റ്റഡ് ഫോർ ദാറ്റ് കോഫി. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ എനിക്കൊരു ചായ കിട്ടിയില്ലേ വിറയ്ക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ചായക്ക് അഡിക്റ്റഡാ. ചായ എന്നുള്ളതിനകത്ത് ഇച്ചിരി അക്ഷരവും കൂടെ ചേർത്താൽ വേറെ ചില വാക്കുകൾ വരും, അതിനും ചിലർ അഡിക്റ്റഡാ. നമ്മൾ എന്തിനൊക്കെയോ അഡിക്റ്റഡ് ആയി മാറുക. അഡിക്റ്റഡ് ആകുക എന്ന് പറഞ്ഞാൽ ഞാൻ നിയന്ത്രിക്കേണ്ടത് എന്നെ നിയന്ത്രിക്കുന്നുവെങ്കിൽ ഞാൻ അതിന് അഡിക്റ്റാ. ഞാൻ നിയന്ത്രിക്കേണ്ടതിനെ എന്നെ നിയന്ത്രിക്കുന്നുവെങ്കിൽ, എന്നെ അത് കൺട്രോൾ ചെയ്യുന്നുവെങ്കിൽ ഞാൻ അതിന് അഡിക്റ്റഡാ. നമ്മൾ ജീവിക്കുന്ന ഒരു സൈബർ ലോകത്തിലാണ്. ഞാൻ മുമ്പും പറഞ്ഞു, ചില സ്ക്രീനുകൾ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു സ്ക്രീനിന് നമ്മൾ അടിമയാണ്. TV എന്ന സ്ക്രീൻ ആയിരിക്കാം, ലാപ്ടോപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഐപാഡ് ആയിരിക്കാം, അല്ലെ മൊബൈൽ. ഈവൻ ജനിച്ചു വീഴുന്ന കുഞ്ഞിന് പോലും, ഇൻഫൻസിന് പോലും കരയാതിരിക്കണമെങ്കിൽ ഒരെണ്ണം ഓണാക്കി കൊടുത്താൽ മതി. അവന് പാലും വേണ്ട, അമ്മയും വേണ്ട, അപ്പനും വേണ്ട, അവൻ 24/7 അതേ നോക്കിയിരിക്കും. പള്ളി വന്നാൽ പോലും അതുകൊണ്ടാ പിള്ളേർ പലതും വഴക്കുണ്ടാക്കാത്ത. അവൻ്റെ കയ്യിൽ ഇതുണ്ട്, അതുകൊണ്ടാ. അല്ല ഇവിടെ അടങ്ങിയിരിക്കത്തില്ല പിള്ളേർ. അപ്പൊ അമ്മയ്ക്കറിയാം ഇത് അടങ്ങിയിരിക്കണമെങ്കിൽ അവൻ്റെ കയ്യിൽ ഇത്. സോ അഡിക്റ്റഡ്. നോമോഫോബിയ എന്ന് പറഞ്ഞൊരു പദമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ കാതുകളിൽ ഫോൺ ബെല്ലടിച്ചോണം തോന്നുക. എൻ്റെ ഫോൺ അടിച്ചോ എന്നൊക്കെ ചിലർ ചോദിക്കാറില്ലേ? ഇങ്ങനെ കാതിൽ ഇടയ്ക്കിടയ്ക്ക് മുഴങ്ങുകയാണ് എൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത് പോലെ. റിങ് ഫീൽ ചെയ്യുക. പിന്നെ ഒന്നും അടിച്ചില്ലേലും ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ എടുത്ത് ഇങ്ങനെ നോക്കുക, ചുമ്മാ ഇങ്ങനെ നോക്കുക. ഇതെല്ലാം അഡിക്റ്റഡാ. ചുമ്മാ ഇരിക്കുക. അപ്പൊ തന്നെ കഴിച്ചോണ്ടിരിക്കുമ്പോൾ 4 വട്ടം പുള്ളി ഇതെടുത്ത് നോക്കുക. എടാ നീ ഇത് ട്യൂണോ എന്തെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ശബ്ദം വരത്തില്ല. ശബ്ദം ഒന്നും വന്നില്ലേലും എനിക്കിടയ്ക്കൊന്ന് നോക്കണം. നോക്കിയില്ലേ ഞാൻ അസ്വസ്ഥനാകുക. സൈബർ ലോകത്തിൽ. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, സൈറ്റാൻ എല്ലാ കാലത്തും ജനതയെ അടിമത്തത്തിലാക്കാൻ നോക്കിയവനാ. നമുക്ക് ഫ്രീഡം ഫൈറ്റേഴ്സിനെ കുറിച്ചൊക്കെ അറിയാം. നമ്മുടെ മഹാത്മാഗാന്ധി, മാർട്ടിൻ ലൂതർ, ഇവരൊക്കെ ഫ്രീഡം ഫൈറ്റേഴ്സാണ്. ഈ സമയത്ത് ഒരു ചെറുപ്പക്കാരിക്ക് അവാർഡ് കൊടുത്തിരുന്നു. മലാല പാകിസ്ഥാനിൽ ഫ്രീഡം ഫൈറ്ററായിട്ട് മാറിയ വളരെ ചെറുപ്പമുള്ളൊരു പെൺകുട്ടിയാണ്. പക്ഷേ ജീസസ് കെയിം ആസ് എ ലിബറേറ്റർ to set free the people from the bondages. കാരാഗ്രഹം ലക്ഷറിയാക്കി കൊടുക്കാനല്ല. കാരാഗ്രഹത്തിൽ തറയിൽ കിടക്കുന്നവരെ കട്ടിലോട്ട് കയറ്റി പ്രമോഷൻ കൊടുക്കാനല്ല യേശു വന്നത്. TV വെച്ചു കൊടുത്ത് കാരാഗ്രഹത്തിൽ അവർക്കൊരു സുഖജീവിതം കൊടുക്കാനല്ല. To bring people from the bondage, to set them free. പുറത്തു വന്നെങ്കിലേ ആരാധന ശരിയാകത്തുള്ളെന്ന് കർത്താവിന് അറിയാം. People are addicted. People are in bondage. അഡിക്റ്റഡ് ആയി കഴിയുമ്പോൾ, ഏതിനെങ്കിലും ഒന്നിന് അഡിക്റ്റഡ് ആയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, it will affect your personality. It will affect your behavior. You cannot complete anything. You cannot complete your studies. You cannot concentrate to anything because something affected in your life, the addiction. You cannot reach anywhere on time. എന്നിട്ട് ട്രാഫിക്കിനെ കുറ്റം പറയുക, സിഗ്നൽ ലൈറ്റിനെ ചെയ്ത് വിളിക്കുക. ഇതെന്താ ഇത്രയും നേരം ഇങ്ങനെ ചുമതല എത്തി കിടക്കുന്നേ? നീ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങാനല്ല പ്രശ്നം. Because we are addicted. We cannot control, we cannot manage our time, affecting our personality. എന്നാൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, യേശുക്രിസ്തു വന്നത് ഒരു വ്യക്തി പോലും
അടിമച്ചങ്ങലയ്ക്കകത്ത് കിടക്കാതെ എല്ലാവരെയും പുറത്തു കൊണ്ടുവരുവാൻ ജീസസ് ക്രൈസ്റ്റ് ബ്രോട്ട് എ ഗുഡ് ന്യൂസ്. ഒരു സദ്വാർത്തമാനമായിട്ട് വന്നത്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ, preach the gospel to the poor, number 1. Second, to heal the broken hearted. Number 3, to preach deliverance to the captives. Number 4, recovering of sight to the blind. Number 5, to set at liberty them that are bruised. Thus, number 6, to preach the acceptable year of the Lord. With a mission. കർത്താവ് വരിക. കർത്താവ് വന്നിട്ട് പറയുക, ഞാൻ വന്നതൊരു മിഷനായിട്ടാ. ഒരു വ്യക്തി പോലും അടിമത്തത്തിൽ കിടക്കരുത്. ഈ വിശുദ്ധ ബൈബിൾ നൽകുന്ന ഒത്തിരി അടിമത്തങ്ങളുണ്ട്. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ 400 വർഷം 400 years they were in Egypt. പക്ഷെ യേശുക്രിസ്തു ഇവിടെ വരുമ്പോൾ ആ ഈജിപ്തിന്റെ അടിമത്തം പോലെ ഇവിടെ യഹൂദ ജന റോമ ഗവൺമെന്റിന്റെ അടിമത്തത്തില്ല. അവരാഗ്രഹിച്ചത് they need a deliverance from the slavery of Roman government. They expected Jesus would deliver them. But Jesus came not to deliver the people from the Roman government, but to the bondage of sin. യേശുക്രിസ്തു വന്നത് പാപത്തിന്റെ ചങ്ങലകളിൽ നിന്ന് പുറത്തു വരണം. ആരും അറിയുന്നില്ല, പലരും തിരിച്ചറിയുന്നില്ല അവരെവിടെയാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നതെന്ന്, അവരെവിടെയാണ് അടിമപ്പെട്ടിരിക്കുന്നത്, ഏതാണ് അവരുടെ അഡിക്ഷൻസ്. പല വിധത്തിലുള്ള അഡിക്ഷൻസിനെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു അഡിക്ഷൻസ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ട്രൂ വർഷിപ്പറാകാൻ പറ്റത്തില്ല. നിങ്ങൾക്കൊരു യഥാർത്ഥ സത്യ ആരാധനക്കാരനാകണമെങ്കിൽ യു ഹാവ് ടു ബി സെറ്റ് ഫ്രീ ഫ്രം ഓൾ അഡിക്ഷൻസ്, ഓൾ ബോണ്ടേജസ്, ഓൾ സ്ലേവറി. You cannot with your own attempt, you cannot come out from that bondage. നിങ്ങൾക്കറിയാമോ, പിശാചിന്റെ സ്നേഹറിനൊരു പ്രത്യേകതയുണ്ട്. പിശാച് ഒരുക്കുന്ന കെണിയുടെ ഒരു പ്രത്യേകത, the snare never looks like a snare. ഒരിക്കലും അത് കണ്ടാൽ എന്താണെന്ന് തോന്നത്തില്ല, ഒരു സ്നെയർ ആണെന്ന് തോന്നത്തില്ല, ഒരു കെണിയാണെന്ന് തോന്നത്തില്ല. അതാ സാത്താന്റെ ഏറ്റവും വലിയൊരു പദ്ധതി. 2, the snare always bigger, greater than the prey. ഇരയേക്കാൾ അത് എപ്പോഴും വലുതായിരിക്കും. നമ്മളൊക്കെ എലിപ്പത്തായം വീട്ടിൽ വെച്ചിട്ടുള്ളവരാണല്ലോ. എപ്പോഴും നമ്മൾ വെച്ചേക്കുന്ന പത്തായം എലിയേക്കാൾ ചെറുതായിരിക്കുമോ എലിയേക്കാൾ വലുതായിരിക്കും? അവൻ ഏറ്റവും ടേസ്റ്റുള്ള ഫുഡല്ല അതിനകത്ത് വെക്കത്തുള്ളൂ. ചക്കക്കുരു വെച്ചിട്ടില്ലല്ലോ ഇതുവരെ ആരും. പിന്നെ തേങ്ങായോ ഉണക്കമീനോ ഒക്കെ എല്ലാം വെക്കാറുള്ളൂ. നമുക്കറിയാം എന്തു വെച്ചാൽ അവൻ ഇതിനകത്ത് കയറുമെന്ന്. പിശാചിന് നന്നായിട്ടറിയാം. ചെറുപ്പക്കാരെ കാണിക്കാൻ അവൻ്റെ കയ്യിൽ പലതുണ്ട്, യങ് അഡൽസിനെ കാണിക്കാൻ അവരുടെ കയ്യിൽ ചിലതുണ്ട്, പ്രായമുള്ളവരെയും കാണിക്കാൻ അവൻ്റെ കയ്യിൽ ചിലതുണ്ട്. പ്രലോഭനത്തിൽ നിന്ന് ആരും ഒഴിവുള്ളവരല്ല. എല്ലാവരും പിശാചിൻ്റെ ടാർഗറ്റിനകത്തുള്ളതാ, അവൻ്റെ ലിസ്റ്റിലുള്ളതാന്ന് മറക്കരുത്. പക്ഷെ ഇന്ന് രാവിലെ ദൈവത്തിനൊരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. യേശുക്രിസ്തു വന്നത് നിങ്ങളെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കാനാ. ഏതെങ്കിലും ഒരടിമത്തം നമ്മളെ വാഴുന്നെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ദൈവത്തെ സേവിക്കാൻ പറ്റത്തില്ല. ഫറവോൻ എത്ര എക്സ്ക്യൂസസാ പറഞ്ഞെന്നറിയാമോ? ഫറവോൻ ആവർത്തിച്ചു പറയുക, ഒരു കാര്യം ചെയ്യ്, പുരുഷന്മാരിവിടെ ആരാധിക്കട്ടെ, ഇവിടെ നിൽക്കട്ടെ, സ്ത്രീകൾ പോയിട്ട് വരട്ടെ, അല്ലെ പുരുഷന്മാർ പോയിട്ട് വരട്ടെ, ഒരു കാര്യം ചെയ്യ്. മോശ പറഞ്ഞു, നോ കോംപ്രമൈസ്. ലെറ്റ് മൈ പീപ്പിൾ ഗോ ആൻഡ് ദേ മേ വർഷിപ്പ് ഇൻ ദ വിൽഡർനെസ്, നോട്ട് ഇൻ ഈജിപ്റ്റ്. ഈജിപ്തിലല്ല ഞങ്ങൾ ആരാധിക്കുന്നത്, ഞങ്ങൾ പുറത്താണ് ആരാധിക്കുന്നത്.
as long as we are in the bondage, we are not able to worship. നമുക്കൊരിക്കലും സ്വയമായിട്ട് പുറത്തു വരാൻ പറ്റത്തില്ല. ഇവിടെ വിശുദ്ധ ബൈബിൾ നൽകുന്ന പല സ്ലേവറി ഉണ്ട്. അതിൽ ഒന്നാമത്തെ സ്ലേവറിയാണ് റോമൻസ് ചാപ്റ്റർ 6 വേഴ്സ് 6. റോമർ 6:6 ഇങ്ങനെയാണ് പറയുന്നത്, നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കേണ്ടതിന് നമ്മുടെ പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് പഴയ മനുഷ്യൻ അവനോടുകൂടെ എന്ത് ചെയ്തിരിക്കുന്നു? ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പാപത്തിന് അടിമ. One of the biggest good news എന്ന് പറയുന്നത് ഗോസ്പലാണെങ്കിൽ ആ ഗോസ്പലിന് മാത്രമേ ഈ പാപത്തിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? ഏതാ പാപം, ഏതാണ് പാപം അല്ലാത്തതെന്ന് അറിയത്തില്ല. No one is there. Which is sin, which is not sin. ദൈവം പഴയ നിയമത്തിൽ പ്രീസ്റ്റിനെ ആക്കി എന്തിനാണെന്നറിയാമോ? പ്രീസ്റ്റിനെ ആക്കി എന്തോ ദശാംശം വാങ്ങിക്കാൻ. അല്ലല്ല, അയ്യോ അങ്ങനൊന്നും പറയല്ലേ. പ്രീസ്റ്റിന് കൊടുക്കണമായിരുന്നു, അത് കറക്റ്റാണ്. 10 പുള്ളിക്കുള്ളതാണ്. പക്ഷെ പ്രീസ്റ്റിനെ ദൈവം ആക്കിയതിൻ്റെ പ്രൈമറി മിഷൻ എന്ന് പറയുന്നത് ടീച്ച് ദ പീപ്പിൾ വിച്ച് ഈസ് ക്ലീൻ ആൻഡ് അൺക്ലീൻ. ജനത്തെ നീ ഉപദേശിക്കണം എന്താണ് അശുദ്ധം, എന്താണ് വിശുദ്ധം. ഇത് പഠിപ്പിക്കാതെ നീയൂടെ ഇത് ചെയ്ത് ജീവിച്ചാൽ the all congregation, the holy congregation going to be corrupted. പുരോഹിതന്മാരെ ദൈവം അസൈൻ ചെയ്തതിന്റെ പ്രൈമറി കാര്യം ജനത്തെ നീ പഠിപ്പിക്കണം. which is clean and unclean. പാപത്തെ പാപമായി കാണാൻ കഴിയണം. പാപത്തിന്റെ ഒരു അടിമത്തം ലോകം മുഴുവനും വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു ട്രൂത്ത് നിങ്ങളോട് പറയട്ടെ. നോഹയുടെ കാലത്തെ പോലെ ഒരു കാലം മറ്റൊരു തലമുറയിലും കണ്ടിട്ടില്ലാത്തതുപോലൊരു കാലം ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്ന ഈ കാലത്തിൽ വെളിപ്പെട്ടിരിക്കുക. ഒരു വലിയ മഹാമാരി നമ്മുടെ മുൻപിലൂടെ കടന്നുപോയി. അതിന്റെ പേരായിരുന്നു കോവിഡ്. പക്ഷെ ആർക്കും ഒരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. ആകെ വരുത്തിയ ഒരു മാറ്റം ചർച്ചിനകത്തെ ഇരിപ്പ. പ്രൈസ് ഗോഡ്. ഇങ്ങനെ വന്ന് സോഷ്യൽ ഡിസ്റ്റൻസ് ഇട്ടിരിക്കാൻ നമ്മൾ പഠിച്ചു. അല്ല, നോക്കിക്കോ നിങ്ങള്. കോവിഡ് ആർക്കും ഒരു മാറ്റം വരുത്തിയിട്ടില്ല. പാപം അതിന്റെ ശക്തിയോടെ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തിരുവചനം പറയുന്നു, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ വിടുവിപ്പാൻ യേശുക്രിസ്തു വന്നിരിക്കുക. ഈ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കത്തുള്ളൂ. യോഹന്നാൻ പറയുന്നൊരു വാക്യം ഞാൻ വായിക്കാം. അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. അടുത്ത വാക്യം, ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. വേഴ്സ് 36 ചാപ്റ്റർ 8 ഇങ്ങനെയാ പറയുന്നത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ. രണ്ടാമത്തെ അടിമത്തം എവിടെന്നറിയാമോ? റോമൻസ് ചാപ്റ്റർ 6 വേഴ്സ് 19 പറയുകയാണ്, നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനും അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിപ്പീൻ. പാപത്തിന്റെ അടിമത്തം. രണ്ടാമതായി തിരുവെഴുത്ത് പറയുന്നു, സ്ലേവറി ഓഫ് ഇംപ്യൂരിറ്റി, ലോലെസ്നെസ്, ഡിസൊബീഡിയൻസ്, റിബല്യസ്നെസ്.
മത്സരം, മാതാപിതാക്കളോട് മത്സരം, സഭയിൽ വന്ന മത്സരം, ജോലിയിൽ മത്സരം, ഒരു റിബല്യസ് സ്പിരിറ്റ് എല്ലായിടത്തും വ്യാപരിക്കുക. ആ സ്പിരിറ്റ് ഓഫ് നമ്മുടെ ആ താഴ്മയുടെയോ വിനയത്തിന്റെയോ ആത്മാവ് മാറിയിട്ട് നമ്മളെ ഇന്ന് ഭരിക്കുന്ന ഒരു ആത്മാവ്, എന്നെ ആരും കൺട്രോൾ ചെയ്യണ്ട, ഐ ആം ഇൻഡിപെൻഡന്റ്, ഐ നോ ഹൗ ടു ലീവ്. പിന്നെ ഒരു വളരെ ഫേമസ് ആയ വാക്ക്, ഐ ഡോണ്ട് കെയർ. മോനെ, മോളെ, നീ എമർജൻസി യൂണിറ്റ് ചെല്ലുമ്പോൾ, നീ ICUലാകുമ്പോൾ നീ മനസ്സിലാക്കും എത്ര പേര് നിന്നെ കെയർ ചെയ്യാൻ വേണമെന്ന്. 24/7 എത്ര പേരുടെ കെയർ ഉണ്ടെങ്കിലേ നിനക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഈ 2 കാലേ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഉൾപ്പെടെ അഹങ്കാരം പറയുന്നത്, ഐ ഡോണ്ട് കെയർ എന്ന്. പക്ഷെ അങ്ങനല്ല, എനിക്ക് കെയർ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഇംപ്യൂരിറ്റിക്കും ലോലെസ്നെസ്സിനും ഡിസൊബീഡിയൻസിനും റിബല്യസ്നെസ്സിനും അടിമകളായി മാറിയിരിക്കുക. അടുത്തതായി ഗലേഷ്യൻസ് 4:8 പറയുന്നു, യു വെയർ സ്ലേവ്സ് ടു ദോസ് വിച്ച് ബൈ നേച്ചർ ആർ നോ ഗോഡ്സ്. ദൈവങ്ങളല്ലാത്തവയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്തിരുന്നു? അടിമകളായിരുന്നു. അതിൽ നിന്ന് വിടുവിക്കാനാ കർത്താവ് വന്നത്. ദൈവങ്ങളല്ലാത്തവയ്ക്ക് നിങ്ങൾ അടിമകളായിരുന്നു. എനിക്ക് ചില മിനിറ്റ്സ് നേരത്തെ നിർത്തേണ്ടതുകൊണ്ട് ഞാൻ ആ വാക്യങ്ങൾ മാത്രം വായിക്കാം. ഫോർ വാട്ട് എവർ ഓവർകംസ് എ പേഴ്സൺ ടു ദാറ്റ് ഹി ഈസ് എൻസ്ലേവ്ഡ്. ഒരുവൻ ഏതിൽ തോൽക്കുന്നുവോ അതിനവൻ അടിമയാണ്. ഞാൻ ഒന്നിന് അടിമയാണോ എന്ന് എങ്ങനെ അറിയുന്നേ? ഞാനൊരു ഡിസിഷൻ എടുക്കുന്നു, അരമണിക്കൂർ കഴിയുമ്പോൾ അത് ബ്രേക്ക് ചെയ്യുന്നു. ഇറ്റ് മീൻസ് ഞാൻ അതിന് എൻസ്ലേവ് ആണ്. ഞാനൊരു ഡിസിഷൻ എടുക്കുന്നു, ഞാൻ 2 മണിക്കൂറത്തേക്ക് ഇനി എൻ്റെ മൊബൈലിൽ നോക്കത്തില്ല, ഞാൻ എൻ്റെ ബൈബിൾ സ്റ്റഡിയും പ്രെയറും കഴിഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ. പക്ഷേ ഇടയ്ക്ക് പിന്നെ ഒരു പ്രലോഭനം 1 മണിക്കൂർ കഴിഞ്ഞപ്പം തുറക്കാൻ, ഇറ്റ് മീൻസ് ഞാൻ അതിന് അടിമയാണ്. ഞാൻ ഏതിൽ തോൽക്കുന്നുവോ ഞാൻ അതിന് അടിമയാണ്. എനിക്കതിനകത്തൊന്ന് പുറത്തു വന്നേ പറ്റത്തുള്ളൂ. അടുത്തതായി ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഏറ്റവും ഒടുവിൽ അണ്ടർ ദ സ്ലേവറി ഓഫ് ഫിയർ ഓഫ് ഡെത്ത്. യേശു ക്രിസ്തു ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ജനം മരണഭീതിക്ക് അടിമകളായിരുന്നു. കർത്താവ് പറഞ്ഞു, മരണഭീതിക്ക് അടിമയായ നിന്നെ ഞാൻ വിടുവിക്കാം, പാപത്തിന് അടിമയായ നിന്നെ ഞാൻ വിടുവിക്കാം, ലോലെസ്നെസ്സിനും ഡിസൊബീഡിയൻസിനും റിബല്യസിനും അടിമയായി നിന്നെ ഞാൻ വിടുവിക്കാം, ദൈവങ്ങളല്ലാത്തവയ്ക്ക് അടിമയായി നിന്നെ ഞാൻ വിടുവിക്കാം. 2-3 മിനിറ്റ് കൊണ്ട് ഒരു കാര്യം പറയട്ടെ. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു പദമുണ്ട്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. യു ആർ ഫ്രീ, യു റിസീവ്ഡ് ദാറ്റ് ഫ്രീഡം, ബട്ട് ബിവെയർ. സ്വതന്ത്രരായ നിങ്ങളുടെ പുറകിൽ ഒരാളുണ്ട്, അവൻ്റെ കയ്യിലൊരു യോക്കുണ്ട്. അവൻ ഇങ്ങനെ പമ്മി പമ്മി വരികയാ, വീണ്ടും നിങ്ങളെ ആരാക്കാൻ? അടിമയാക്കാൻ. അഗെയിൻ അഗെയിൻ അഗെയിൻ. ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം തന്നു. We are received the real freedom by the blood of Jesus, by the death of Jesus. But കർത്താവിന്റെ വചനം പറയുകയാണ്, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയെങ്കിലും പിന്നെയും നിങ്ങൾ ആ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. പക്ഷെ കുടുങ്ങിപ്പോയടത്ത് നിന്ന് വീണ്ടും വിടുവിക്കുവാൻ എന്റെ ദൈവത്തിന്റെ കരം ശക്തിയുള്ളതാ. പക്ഷേ you have to acknowledge ഞാൻ ഇപ്പോൾ ഒരടിമത്തത്തില, എനിക്കൊരു ഡെലിവറൻസ് വേണമെന്ന് ഞാൻ അംഗീകരിച്ച് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അവൻ ഇറങ്ങി വന്ന് എന്നെ വിടുവിപ്പാൻ ശക്തനാ. ഞാൻ അടിമത്തത്തിലാണോ എന്ന് ഞാൻ തിരിച്ചറിയണം. Am I still experiencing the real freedom which Jesus offered for me? എനിക്ക് കർത്താവ് ഒരുക്കി തന്ന ഫ്രീഡം ഞാൻ അനുഭവിക്കുന്നുണ്ടോ?
ഞാൻ എവിടെങ്കിലും അഡിക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ പേഴ്സണാലിറ്റിയെ ബാധിക്കും, അതെൻ്റെ ലൈഫിനെ ബാധിക്കും, അതെൻ്റെ ഫാമിലി ലൈഫിനെ ബാധിക്കും, അതെൻ്റെ സ്പിരിച്വൽ ലൈഫിനെ ബാധിക്കും. ഇറ്റ് വിൽ എഫക്റ്റ് എവറി ഏരിയാസ് ഓഫ് മൈ ലൈഫ്. സോ ഐ നീഡ് എ കംപ്ലീറ്റ് ഡെലിവറൻസ് ഫ്രം ദ ബോണ്ടേജ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. എനിക്ക് ഏതോ ഒരടിമത്തം എന്നെ വാഴുന്നുണ്ട്. ചില അഡിക്ഷൻസ് എൻ്റെ ജീവിതത്തിലുണ്ട്. എനിക്കതിൽ നിന്ന് പുറത്തു വരണം. വന്നേ പറ്റത്തുള്ളൂ. കർത്താവിന് മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. കർത്താവിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ ദൈവമക്കളും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കട്ടെ. ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. കർത്താവേ, ഞങ്ങൾക്കൊരു വിടുതൽ വേണം. ഞങ്ങളെ എവിടെയൊക്കെ അടിമയാക്കാൻ നോക്കുന്നോ, ഞങ്ങളെ എവിടെയൊക്കെ വീണ്ടും ആ നുകത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടിടാൻ നോക്കുന്നോ, അവിടെ നിന്ന് ഞങ്ങൾക്ക് പുറത്തു വരണം. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കണം. ഞങ്ങളുടെ പേഴ്സണാലിറ്റിയെ ബാധിച്ചിട്ടുള്ള, ഞങ്ങളുടെ ബിഹേവിയറിനെ ബാധിച്ചിട്ടുള്ള, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും ഞങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതെ വണ്ണം ഞങ്ങളെ പകുതി വഴിക്കാക്കിയിട്ടിരിക്കുന്ന ആ അടിമച്ചങ്ങലകളിൽ നിന്ന് ഞങ്ങൾക്കൊന്ന് പുറത്തു വരണമെന്ന് ഇന്ന് രാവിലെ ആഗ്രഹിക്കും. ആര് ദൈവത്തോട് പ്രാർത്ഥിക്കും? അതരം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. അതരം തുറന്ന് ദൈവത്തോട് നിലവിളിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ആരാധിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ബൈബിൾ വായിക്കാൻ കഴിയുന്നില്ല. എല്ലാം എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്നെ അതിനോട് അടുപ്പിക്കാതെ, എന്നെ അങ്ങോട്ട് അടുപ്പിക്കാതെ പുറകോട്ട് വലിക്കുന്ന ഒരു അടിമ ചങ്ങലയുണ്ട്. അതിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പുറത്തു വന്നേ പറ്റത്തുള്ളൂ. സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രന്റെ നാമത്തിൽ ഇന്ന് പകൽ അങ്ങയുടെ ജനത്തിൽ ആരുടെയെങ്കിലും മേൽ പിശാച് അവന്റെ നുകം വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ ചങ്ങലകൾ പൊട്ടിമാറട്ടെ. അങ്ങയുടെ ജനം വിടുവിക്കപ്പെടട്ടെ. സ്വാതന്ത്ര്യത്തോടെ, കൈകൾ കൊട്ട വിട്ടൊഴിഞ്ഞവരായി, തോളിൽ നിന്ന് ചുമട് മാറിയവരായി, തോളിൽ നിന്ന് ചുമട് മാറിയവരായി, 38 വർഷം കുളക്കരയിൽ ബന്ധിച്ചിട്ടവരെ അഴിച്ച അതേ കർത്താവിന്റെ ശക്തി, 18 വർഷം പള്ളിക്കകത്ത് കൂനിയായിരുത്തിയ അമ്മച്ചിയുടെ ബന്ധനമഴിച്ച കർത്താവിന്റെ ശക്തി ഇന്ന് ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എവിടെയും നിന്നെ ബന്ധിച്ചിടാൻ ദൈവം അനുവദിക്കത്തില്ല. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു കുടുംബം പോലും, ഒരു വ്യക്തി പോലും പിശാചിന്റെ ബന്ധനത്തിനകത്ത് ഇന്ന് പകൽ കിടക്കാതെ വണ്ണം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ട് പുറത്തു വരട്ടെ. വിടുവിക്കപ്പെട്ട് പുറത്തു വരട്ടെ. ഹല്ലേലൂയ.